Hi all. നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന പ്രോബ്ലം ആണിത്. A uniform ladder 6 meter long weighing 300 Newton is resting against a wall which makes an angle 30 degree. A man weighing 750 Newton climbs up the ladder. At what position from the bottom does the ladder slips? The coefficient of friction in all contact surfaces is 0.2. Okay, so നമുക്ക് ആദ്യം പ്രോബ്ലത്തിന് ഐഡന്റിഫൈ ചെയ്യാം. നമ്മളെന്താ പറഞ്ഞിട്ടുള്ളത്? A uniform ladder 6 meter long. ആ ലാഡറിന്റെ ലെങ്ത് പറഞ്ഞിട്ടുണ്ട്, ദാറ്റ് ഇസ് 6 meter അല്ലെ. യൂണിഫോം ലാഡർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, അതിന്റെ മെറ്റീരിയൽ യൂണിഫോം എന്നാണ് പറഞ്ഞിട്ടുള്ളൂ. വെയിറ്റ് 300 ന്യൂട്ടൺ. ഇതിന്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ ലാഡറിന്റെ വെയിറ്റ് 300 ന്യൂട്ടൺ ആണ്. ഈസ് റെസ്റ്റിംഗ് എഗെയിൻസ്റ്റ് എ വാൾ വിച്ച് മേക്സ് ആൻ ആംഗിൾ 30 ഡിഗ്രി. ആ വാളുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് 30 ഡിഗ്രി. ഓക്കെ. എ മാൻ വെയിങ് 750 ന്യൂട്ടൺ ക്ലൈംസ് അപ്പ് ദി ലാഡർ. ഒരു അയാളുടെ വെയിറ്റ് 750 ന്യൂട്ടൺ ആണ്. അയാൾ ഈ ഏണിയിലേക്ക് കയറുകയാണ്. അറ്റ് വാട്ട് പൊസിഷൻ ഫ്രം ദി ബോട്ടം ഡസ് ദ ലാഡർ സ്ലിപ്സ്. അല്ല, നമ്മൾ ചിലപ്പോഴൊക്കെ ഏണി കയറുമ്പോൾ കണ്ടിട്ടുള്ളൂ, നമ്മൾ ഏണി കറക്റ്റ് ആയിട്ടല്ല വെച്ചിട്ടുള്ളതെങ്കിൽ നമ്മൾ കയറി കുറച്ച് കഴിയുമ്പോൾ ആ ഏണി താഴെ വീണു പോകും. ആ കണ്ടീഷനാണ്. അങ്ങനെ ഏണി താഴെ വീഴാനായിട്ടുള്ള ഒരു കണ്ടീഷൻ ഉണ്ടാവും. അങ്ങനെ കണ്ടീഷൻ ഉണ്ടെങ്കിൽ അയാൾ ഏത് പൊസിഷനിൽ എത്തുമ്പോഴാണ് ഈ ലാഡർ താഴത്തേക്ക് വീഴുക. നമുക്ക് ഒരു ഡീറ്റെയിൽഡ് പറഞ്ഞിട്ടുണ്ട്. ദ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ മ്യൂ ഇൻ ഓൾ കോണ്ടാക്ട് സർഫസസ് ഈസ് 0.2. ഓക്കെ, നമുക്കിനി പ്രോബ്ലം ചെയ്യാം. നമ്മളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? നമുക്ക് തന്നിട്ടുള്ള സെനാരിയോയുടെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കണം അല്ലേ. സോ നമുക്ക് ഇതിന്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കാം. അതിന്റെ നമുക്കൊരു കോപ്പി എടുക്കാം. ഓക്കെ, ഇനി ഇതിന്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കാം. ഇതിൽ നമുക്ക് ആദ്യം എന്ത് ഫോഴ്സ് വരണ്ടേ? ലാഡറിന്റെ സെൽഫ് വെയിറ്റ് അല്ലേ. ലാഡറിന്റെ സെൽഫ് വെയിറ്റ് ഡൗൺവേർഡ് ആയിട്ട് അതിന്റെ സെന്റർ ഓഫ് മാസ് കൂടി ആക്ട് ചെയ്യും. ആ ലാഡറിന്റെ സെൽഫ് വെയിറ്റ് നമുക്കറിയാം, ദാറ്റ് ഇസ് 300 ന്യൂട്ടൺ. ഓക്കെ, ഇനി ഇതിൻ്റെ അകത്ത് എന്താ, ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് അയാളുടെ വെയിറ്റ് 750 ന്യൂട്ടൺ ആണ്. അയാൾ ഏണിയുടെ മുകളിലേക്ക് കയറുകയാണ്. അയാൾ ഏത് പൊസിഷനിൽ എത്തുമ്പോഴാണ് ലാഡർ സ്ലിപ്പ് ആവുന്നതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ ഇപ്പോൾ നമുക്ക് തൽക്കാലം അയാളുടെ പൊസിഷൻ ഏതെന്ന് അറിയാൻ പാടില്ല. അപ്പോൾ പൊസിഷൻ അറിയാത്ത കാരണം തൽക്കാലം നമുക്ക് ആ വെയിറ്റ് എവിടെയെങ്കിലും വരയ്ക്കാം. ഓക്കെ, സോ അയാളുടെ വെയിറ്റ് 750 ന്യൂട്ടൺ ആണ് അല്ലേ. അയാളുടെ തൽക്കാലം എന്താ ഇവിടെ എത്തിയെന്ന് വിചാരിക്കട്ടെ. നെക്സ്റ്റ് അസ്യൂം ചെയ്യാണ്, അവിടെയാണെന്ന് വിചാരിക്കാം. സോ അയാളുടെ വെയിറ്റ് കൂടി മാർക്ക് ചെയ്യുക, ദാറ്റ് ഇസ് 750 ന്യൂട്ടൺസ്. ഓക്കെ, ഇനി വേറെ എന്തൊക്കെയാ ഫോഴ്സ് വരിക? ഈ ലാഡർ എവിടെയാ, ഒരു വാളിന്റെ ഈ പോയിന്റിൽ ടച്ച് ചെയ്യുന്നുണ്ട്, ഫ്ലോറിന്റെ ഈ പോയിന്റിൽ ടച്ച് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ബോഡി ഏതൊക്കെ പോർഷനിൽ ടച്ച് ചെയ്യുന്നുണ്ടോ അവിടെയൊക്കെ അത് റിയാക്ഷൻസ് ഉണ്ടാക്കും അല്ലെ. നമ്മൾ തന്നെ നോർമൽ റിയാക്ഷൻസ് എന്ന് പറയും. നോർമൽ റിയാക്ഷന്റെ പ്രത്യേകത അത് ഏതാണോ സർഫസ് ആ സർഫസിന് വെർട്ടിക്കലായിരിക്കും. സോ ഈ കേസിൽ ഇവിടെ ഈ ലാഡറിന്റെ ഈ ബോട്ടം പോർഷനും ഫ്ലോറുമായിട്ട് ടച്ച് ചെയ്യുന്നുണ്ട്. സോ ഇവിടെ അത് ഒരു നോർമൽ റിയാക്ഷൻ ഉണ്ടാക്കും. നോർമൽ റിയാക്ഷൻ എങ്ങനെയാ വരിക? ഇങ്ങനെയാണ് നോർമൽ റിയാക്ഷൻ വരയ്ക്കാനായിട്ട് അല്ലേ. നോർമൽ റിയാക്ഷൻ വരുന്നതിന് റിയാക്ട് ചെയ്യണം. അപ്പോൾ വരുന്ന ഡയറക്ഷൻ ഇതാണ്. നമുക്ക് ഇതിനെ നമ്മളെന്താ വിളിക്കാറ്? ഇതിനെ നമുക്ക് RN1 എന്ന് വിളിക്കാം. ഓക്കെ, ദിസ് ഇസ് RN1. ഇനി എവിടെ നോർമൽ റിയാക്ഷൻ ഉണ്ടാവുക? ലാഡർ വാളിന്റെ ഇവിടെയും ടച്ച് ചെയ്യുന്നുണ്ട് അല്ലേ. സോ അത് ഇവിടെയും ഒരു നോർമൽ റിയാക്ഷൻ ഉണ്ടാക്കും. ഇവിടെ നോർമൽ റിയാക്ഷൻ ഉണ്ടാക്കും. നമുക്ക് അതിന് എന്ത് പേര് വിളിക്കാം? ലെറ്റ് ദാറ്റ് ബി RN2. ഓക്കെ, ഇനി ഇവിടെ ഇപ്പൊ ഇത്ര വരെ. ഇനി എന്തൊക്കെ വരാനുണ്ട്? സപ്പോസ് ഈ ലാഡറിന്റെ ടോട്ടൽ ലെങ്ത് ആണ് 6 മീറ്റർ.
ഈ 750 ന്യൂട്ടൺ വെയിറ്റ് ഉള്ള ഈ ആള് കയറി ഒരു പൊസിഷനിൽ എത്തുമ്പോഴാണ് ലാഡർ സ്ലിപ്പ് ചെയ്യുക. ആ പൊസിഷൻ എവിടെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, at what position from the bottom does the ladder slips? ഏത് പൊസിഷൻ അവന്റെ ലെങ്ത് എടുക്കുക, ആ പൊസിഷൻ നമുക്ക് മെഷർ ചെയ്യേണ്ടത് ബോട്ടത്തിൽ നിന്നാണ്. ബോട്ടത്തിൽ നിന്ന് എത്ര കയറി എത്തുമ്പോഴാണ് എന്താ ഈ ലാഡർ സ്ലിപ്പ് ചെയ്യുന്നതെന്നാണ് നമുക്ക് അറിയേണ്ടത്. ഓക്കെ, സോ നമുക്ക് അറിയേണ്ടത് ഇത്രയും ഡിസ്റ്റൻസ് ആണ് നമുക്ക് അറിയേണ്ടത്. ഇത്രയും ഡിസ്റ്റൻസ് എത്രയാണെന്ന് നമുക്ക് അറിയണം. സേ ദാറ്റ് ബി എക്സ് മീറ്റർ. ഓക്കെ, ഈ ലാഡറിന്റെ ഫുൾ ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് 6 മീറ്റർ ആണ്. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മളുടെ കേസ് വരിക. അപ്പോൾ അയാൾ ഇപ്പോൾ എക്സ് മീറ്റർ, ഇപ്പോൾ സപ്പോസ് ഇതാണ് അതിൻ്റെ ക്രിട്ടിക്കൽ പൊസിഷൻ എങ്കിൽ അയാൾ ഇവിടെ കയറി ഇവിടെ എത്തുമ്പോഴത്തേനും ലാഡർ താഴത്തേക്ക് വീഴും. ഓക്കെ, ഇനി നമുക്ക് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് ഇതിൻ്റെ ഇനി വേറെ ഏതെങ്കിലും ഫോഴ്സ് ഉണ്ട്, വേറെ ഏതൊക്കെ ഫോഴ്സ് ഉണ്ട്, ഇതിൻ്റെ ഫ്രിക്ഷണൽ ഫോഴ്സ് കൂടി വരും അല്ലേ. ഫ്രിക്ഷണൽ ഫോഴ്സ് എങ്ങനെയാ വരിക? ആ ഒബ്ജക്റ്റിന്റെ മൂവ്മെന്റ് ഏത് ഡയറക്ഷനിലാണോ ആ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഫ്രിക്ഷണൽ ഫോഴ്സ് വരിക. ലാഡർ ഓരോ കോണ്ടാക്ട് സർഫസിലും എങ്ങനെയാ മൂവ് ചെയ്യുക? സപ്പോസ് ഇയാൾ കയറുമ്പോഴത്തേന് ലാഡർ താഴത്തേക്ക് വീഴുള്ളൂ അല്ലേ. ലാഡർ താഴത്തേക്ക് വീഴുമ്പോൾ ഇതിന്റെ ടോപ്പ് പോർഷൻ എങ്ങോട്ടാ മൂവ് ചെയ്യുക? ടോപ്പ് പോർഷൻ മൂവ് ചെയ്യുന്നത് ഡൗൺവേർഡ് ആയിട്ടായിരിക്കും അല്ലേ. സോ മൂവ് ചെയ്യുന്ന ഡൗൺവേർഡ് ആണെങ്കിൽ ആ സർഫസിൽ ഫ്രിക്ഷൻ ഉണ്ടാവുന്ന ഏത് ഡയറക്ഷനിലായിരിക്കും? ടുവേർഡ്സ് ടോപ്പ് ആയിരിക്കും ഫ്രിക്ഷൻ ഉണ്ടാവുക അല്ലേ. ഇങ്ങനെയാണ് ഈ സർഫസിലെ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് വരിക. ഫ്രിക്ഷണൽ റെസിസ്റ്റൻസിന്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ്? ദാറ്റ് ഈസ് mu ടൈംസ് നോർമൽ റിയാക്ഷൻ അറ്റ് ദാറ്റ് പോയിന്റ് അല്ലേ. So in here it will be mu into Rn2. ഇനി അടുത്ത ലാഡർ ടച്ച് ചെയ്യുന്ന പോയിന്റ് ഇതാണ് അല്ലേ. സോ അപ്പോൾ ഇവിടെയും അവിടെ എന്താ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് ഉണ്ടാവും. ഏത് ഡയറക്ഷനിലാണ് ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് ഉണ്ടാവുക? ലാഡർ താഴത്തേക്ക് മൂവ് ചെയ്യാൻ, ഈ ലാഡർ നേരെ താഴത്തേക്കാണ് വീഴുക അല്ലേ. അപ്പോൾ ലാഡറിന്റെ ഈ എൻഡ് അത് ഏത് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുക? ടുവേർഡ്സ് റൈറ്റ് ആയിരിക്കും മൂവ് ചെയ്യുന്നുണ്ടാവുക അല്ലേ. അപ്പോൾ അതിന്റെ എന്താ ഈ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് ഏത് ഡയറക്ഷനിലായിരിക്കും? ടുവേർഡ്സ് ലെഫ്റ്റ് ആയിരിക്കും അതിന്റെ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് വരിക. ക്ലിയർ ആയില്ലേ? ലാഡർ താഴത്തേക്ക് വീഴുന്നു, അപ്പോൾ അതിന്റെ ടോപ്പ് പോർഷൻ താഴത്തേക്ക് ആയിരിക്കും മൂവ് ചെയ്യുക. സോ അവിടെ ഫ്രിക്ഷണൽ ഫോഴ്സ് ജനറേറ്റ് ആവുക അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. സോ പിന്നെ ഇതിന്റെ ലാഡറിന്റെ ബോട്ടം പോർഷൻ റൈറ്റിലേക്ക് മൂവ് ചെയ്യാനാണ് ടെൻഡ് ചെയ്യുക. അപ്പോൾ അവിടെ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് ഉണ്ടാവുന്നത് ടുവേർഡ്സ് ലെഫ്റ്റ് ആയിരിക്കും. ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും? mu into നോർമൽ റിയാക്ഷൻ അറ്റ് ദാറ്റ് പോയിന്റ്, mu into Rn1. ഓക്കെ, ഇത്രയും ഫോഴ്സ് ആണ് ഇവിടെ ഉള്ളത്. ഇനി വേറെ തന്നെ ഫോഴ്സ് ഉണ്ടോ? വേറെ ഒരു ഫോഴ്സും ഇല്ല. ഓക്കെ, നമുക്ക് ഇതിന്റെ ഓരോ എൻഡിനെ ഒന്ന് നെയിം ചെയ്തിട്ടേക്കാം. നമുക്ക് എഴുതാനായിട്ട് എളുപ്പമായിരിക്കും. സേ ദിസ് കോർണർ PO, ദിസ് കോർണർ BA, let this corner be B. ഓക്കെ, സോ നമ്മൾ അതിൻ്റെ എല്ലാ ഫോഴ്സും വരച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ തന്നെ നമുക്ക് നമ്മളുടെ അടുത്ത സ്റ്റെപ്പ് എന്താ? നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഈ 750 ന്യൂട്ടണുള്ള ഈ ആള് ഏത് പൊസിഷനിൽ എത്തുമ്പോഴാണ് ലാഡർ സ്ലിപ്പ് ചെയ്യുന്നത് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ലാഡർ സ്ലിപ്പ് ചെയ്യണമെങ്കിൽ ആ സ്ലിപ്പ് ചെയ്യുന്ന പോയിന്റിൽ ലാഡർ മൂവിങ് ആയിരിക്കും. അതിന്റെ തൊട്ട് മുമ്പ് വരെ ആ മാക്സിമം വാല്യൂ വരെ അല്ലെ. ഇയാൾ കയറി ഒരു പൊസിഷനിൽ എത്തുമ്പോഴേ ആ ലാഡർ താഴത്തേക്ക് വീഴുള്ളൂ. ആ പൊസിഷന് തൊട്ട് മുമ്പ് വരെ ലാഡർ മൂവ് ചെയ്യില്ല അല്ലെ. അവിടുത്തെ ഫ്രിക്ഷണൽ ഫോഴ്സുകൾ ലാഡറിന്റെ മൂവ്മെന്റിനെ റെസ്ട്രിക്ട് ചെയ്യാനായിട്ട് സഫീഷ്യന്റ് ആയിരിക്കും. സോ മാക്സിമം ഏത് പോയിന്റ് വരെ ലാഡർ മൂവ് ചെയ്യുന്നില്ല എന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും അതിനേക്കാളും കുറച്ചുകൂടി കൂടി കഴിഞ്ഞാൽ ലാഡർ മൂവ് ചെയ്യും എന്ന് പറയാൻ പറ്റും. ഓക്കെ, സോ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് നമ്മൾ ഇയാളിവിടെ നിന്ന് താഴെ നിന്ന് കയറി വരുമ്പോൾ ഏത് പൊസിഷനിൽ എത്തുമ്പോൾ വരെ ലാഡർ മൂവ് ചെയ്യില്ല. ഏത് അറ്റ് ദാറ്റ് മാക്സിമം ഡിസ്റ്റൻസ് അല്ല, ആ ഏത് മാക്സിമം ഡിസ്റ്റൻസ് എത്തുമ്പോഴാണ് ആ ലാഡറിന്റെ ഫ്രിക്ഷണൽ ഫോഴ്സ് മാക്സിമം വരുന്നത് എന്നാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളുടെ കണ്ടീഷൻ എന്താ? നമ്മളുടെ കണ്ടീഷൻ ആ മാക്സിമം ഡിസ്റ്റൻസ് വരെ, അതായത് മാക്സിമം നമുക്കിപ്പോൾ എക്സ് മീറ്റർ നമുക്ക് അറിയുള്ളൂ, എക്സ് ഡിസ്റ്റൻസ് വരെ
ആ ലാഡർ മൂവ് ചെയ്യില്ല അല്ലെ, ആ ലാഡർ സ്റ്റേഷനറി ആയിരിക്കും. എക്സിനേക്കാളും കുറച്ചുകൂടി ഒരു ഈവൻ ഒരു 0.1 കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലാഡർ മൂവ് ചെയ്യും. ആ മാക്സിമം ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. സോ ആ മാക്സിമം പോയിന്റിലും ലാഡർ മൂവ് ചെയ്യാതെ അറ്റ് റെസ്റ്റ് ആയിരിക്കും. അറ്റ് റെസ്റ്റ് ആവുമ്പോൾ നമ്മളുടെ കണ്ടീഷൻ എന്തൊക്കെയാണ്? സിൻസ് ദ ലാഡർ ഈസ് അറ്റ് റെസ്റ്റ്, നമ്മളുടെ കണ്ടീഷൻ സം ഓഫ് ഓൾ ഹൊറിസോണ്ടൽ ഫോഴ്സസ് വിൽ ബി ഈക്വൽ ടു 0 ആണ് നമ്മളുടെ ഫസ്റ്റ് കണ്ടീഷൻ. സെക്കൻഡ് കണ്ടീഷൻ എന്താ? സം ഓഫ് ഓൾ വെർട്ടിക്കൽ ഫോഴ്സസ് വിൽ ഓൾസോ ബി ഈക്വൽ ടു 0. തേർഡ് കണ്ടീഷൻ എന്താ? സം ഓഫ് ഓൾ മൊമെന്റ്സ് എബൌട്ട് എനി പോയിന്റ് വിൽ ബി ഈക്വൽ ടു 0. ഓക്കെ. ഇതിനകത്തൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഫ്രിക്ഷന്റെ ഇതുവരെ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ബ്ലോക്കുകളായിരുന്നു അല്ലെ. രണ്ട് ബ്ലോക്കുകൾ തമ്മിൽ മൂവ് ചെയ്യുമ്പോഴും മൂവ് ചെയ്യാതിരിക്കുമ്പോഴും ഒക്കെയുള്ള ഫോഴ്സുകളും അതിന്റെ ഇൻക്ലിനേഷൻ ഒക്കെയാണ് നമ്മൾ ഇതിനു മുമ്പത്തെ വീഡിയോയിലൊക്കെ ഡിസ്കസ് ചെയ്തത്. പക്ഷെ ലാഡർ ഫ്രിക്ഷൻ വരുമ്പോൾ അതിൽ വരുന്നൊരു ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിനൊരു ബീം ആയിട്ട് വേണം കൺസിഡർ ചെയ്യാനായിട്ട്. ഓക്കെ, ആ ബീമിൽ വരുന്ന ഫോഴ്സ്, നമ്മൾ ബീമിന്റെ പ്രോബ്ലം ഒക്കെ ഇതിനു മുമ്പത്തെ സെഷനിൽ പറഞ്ഞിട്ടുള്ളതാണ്. അതിന്റെ വീഡിയോ ഞാൻ ആ വീഡിയോയിലേക്കുള്ള ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് കയറി നോക്കിക്കഴിഞ്ഞാൽ ആ ബീമിന്റെ ഒരു എക്സാമ്പിൾസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് റെഫർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ലാഡർ ഫ്രിക്ഷന്റെ കേസ് വരുമ്പോഴത്തേനും ലാഡറിനെ നമ്മളൊരു ബീം ആയിട്ട് വേണം കൺസിഡർ ചെയ്യാനായിട്ട്. സോ ബീമിന്റെ ഇക്വിലിബ്രിയം കണ്ടീഷൻ ആണ് അവിടെ സിഗ്മ എച്ച് ഇസ് ഈക്വൽ ടു 0 ആയിരിക്കണം, സിഗ്മ വി ഇസ് ഈക്വൽ ടു 0 ആയിരിക്കണം. അടുത്ത മൊമെന്റ് അബൌട്ട് എനി പോയിന്റ് ദാറ്റ് ഹാസ് ടു ബി ഓൾസോ ഈക്വൽ ടു 0. ഈ മൂന്ന് കണ്ടീഷനും 0 ആക്കണം, സിൻസ് നമ്മൾ ലാഡർ ഫ്രിക്ഷനെ കൺസിഡർ ചെയ്യുന്നത് ഒരു ബീം ആയിട്ടാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഇവിടെ സിഗ്മ എം ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ കൂടി വന്നത്. നമ്മൾ ഇതിന് ഫ്രിക്ഷന്റെ കേസ് ചെയ്തപ്പോഴത്തേനും സിഗ്മ എച്ച് ഈക്വൽ ടു 0യും സിഗ്മ വി ഇസ് ഈക്വൽ ടു 0യും മാത്രം ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം നമ്മൾ ഡീല് ചെയ്തൊക്കെ ഓരോ ബ്ലോക്കുകളായിരുന്നു. പക്ഷെ ഇത് ലാഡർ ഫ്രിക്ഷൻ ആണ്. ലാഡർ ഫ്രിക്ഷൻ വരുമ്പോൾ ലാഡറിനെ നമ്മളൊരു ബീം ആയിട്ട് വേണം കൺസിഡർ ചെയ്യാനായിട്ട്. ഈ വരുന്ന ഫോഴ്സ് ഒക്കെ ലാഡറിൽ ആക്ട് ചെയ്യുന്ന ഓരോ ആ ബീമിൽ ആക്ട് ചെയ്യുന്ന ഓരോ ഫോഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുക. സോ അവിടുത്തെ ഇക്വിലിബ്രിയം കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ സം ഓഫ് ഓൾ വെർട്ടിക്കൽ ഫോഴ്സ്, സം ഓഫ് ഓൾ ഹൊറിസോണ്ടൽ ഫോഴ്സസ്, സം ഓഫ് ഓൾ വെർട്ടിക്കൽ ഫോഴ്സസ് ആൻഡ് സം ഓഫ് മൊമെന്റ്സ് അറ്റ് എനി പോയിന്റ് വിൽ ബി ഈക്വൽ ടു 0. ഈ മൂന്ന് കണ്ടീഷനും നമുക്ക് അപ്ലൈ ചെയ്യണം. സോ നമ്മളുടെ ഫസ്റ്റ് കണ്ടീഷൻ സിഗ്മ എച്ച് ഇസ് ഈക്വൽ ടു 0. സം ഓഫ് ഓൾ ഹൊറിസോണ്ടൽ ഫോഴ്സസ് ഇസ് ഈക്വൽ ടു 0. ഇതിൻ്റെ അകത്ത് നിന്ന് നമ്മൾ എല്ലാ ഹൊറിസോണ്ടൽ ഫോഴ്സസിനെ എടുക്കുക. ഓക്കെ, ഏതൊക്കെ ഹൊറിസോണ്ടൽ ഫോഴ്സ് വരുന്നത്? ഇതാ ഇവിടെ ഒരു μRn1 ഉണ്ട് അല്ലെ. μRn1 ആക്ട് ചെയ്യുന്നത് ടുവേർഡ്സ് ലെഫ്റ്റ് ആണ്. നമ്മളുടെ സൈൻ കൺവെൻഷൻ ഇതാണ്. ടുവേർഡ്സ് ലെഫ്റ്റും ടുവേർഡ്സ് ടോപ്പും ഉള്ള ഫോഴ്സുകളെല്ലാം പോസിറ്റീവ്, ക്ലോക്ക് വൈസ് മൊമെന്റ്സ് പോസിറ്റീവ്. ഓക്കെ, സോ സിഗ്മ എച്ച് ഈക്വൽ ടു 0. μRn1 അത് ആക്ട് ചെയ്യുന്നത് ഏത് ഡയറക്ഷൻ ആണ്? ടുവേർഡ്സ് ലെഫ്റ്റ് ആണ് ആക്ട് ചെയ്യുന്നത് അല്ലെ. നമ്മളുടെ അത് നെഗറ്റീവ് ഡയറക്ഷൻ ആണ്. സോ ദാറ്റ് ഈസ് മൈനസ് μRn1. ഇനി അടുത്ത ഹൊറിസോണ്ടൽ ഫോഴ്സ് ഏതാ? ഇവിടെ ഒരു Rn2 ഉണ്ട് അല്ലെ. അത് ആക്ട് ചെയ്യുന്നത് ടുവേർഡ്സ് റൈറ്റ് ആണ്, നമ്മളുടെ പോസിറ്റീവ് ഡയറക്ഷൻ ആണ്. സോ പ്ലസ് Rn2 is equal to 0. വേറെ ഏതെങ്കിലും ഹൊറിസോണ്ടൽ ഫോഴ്സ് ഉണ്ടോ? വേറെ ഹൊറിസോണ്ടൽ ഫോഴ്സ് ഒന്നുമില്ല. From that we can write Rn2 is equal to μRn1 അല്ലേ. mu എന്ന് പറഞ്ഞാൽ that is the coefficient of friction. പ്രോബ്ലത്തിൽ പറയുന്നത് coefficient of friction in all contact surfaces is 0.2. Okay, so നമുക്ക് എഴുതാം Rn2 is equal to 0.2 Rn1. Okay, അതാണ് നമ്മളുടെ ഫസ്റ്റ് കണ്ടീഷൻ, സിഗ്മ is equal to 0. Okay, നമ്മുടെ അടുത്ത കണ്ടീഷൻ സം ഓഫ് ഓൾ വെർട്ടിക്കൽ ഫോഴ്സസ് is equal to 0. That is sigma v is equal to 0. Okay, ഇനി ഇതിനകത്ത് വരുന്ന വെർട്ടിക്കൽ ഫോഴ്സിനെ എല്ലാം ഐഡന്റിഫൈ ചെയ്യാം.
ഏതൊക്കെയാണ് വെർട്ടിക്കൽ ഫോഴ്സ് വരുന്നത്? ഇവിടെ ഒരു μRN2 ഉണ്ട് അല്ലെ? ആ μRN2 ഏത് ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത്? അത് ആക്ട് ചെയ്യുന്നത് ടുവേർഡ്സ് ടോപ്പ് ആണ്, നമ്മളുടെ പോസിറ്റീവ് ഡയറക്ഷൻ ആണ്. സോ പോസിറ്റീവ് μRN2. ഓക്കെ. ഇനി വേറെ വെർട്ടിക്കൽ ഫോഴ്സ് വരുന്നത് ഇവിടെ 300 ന്യൂട്ടൺ ഡൗൺവേർഡ് ആണ് ആക്ട് ചെയ്യുന്നത്. ഡൗൺവേർഡ് ഡയറക്ഷൻ നെഗറ്റീവ് ആണ്. സോ -300. അടുത്തത് 750 ന്യൂട്ടൺ എന്നുള്ളത് അതും ഡൗൺവേർഡ് ആണ്. സോ -750. ഒരു RN1 ഉണ്ട്, അത് ആക്ട് ചെയ്യുന്നത് ടുവേർഡ്സ് ടോപ്പ് ആണ്. സോ പോസിറ്റീവ് RN1. ഇനി വേറെ ഏതെങ്കിലും വെർട്ടിക്കൽ ഫോഴ്സ് ഉണ്ടോ? വേറെ ഒരു വെർട്ടിക്കൽ ഫോഴ്സും ഇല്ല. ഹെൻസ് ദിസ് ഈസ് ഈക്വൽ ടു 0. ഓക്കെ. നമുക്ക് ഇതിനൊക്കെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. ആദ്യം നമുക്ക് ആ മ്യൂവിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ. സോ μRN2 ഇതിൻ്റെ അകത്ത് മ്യൂവിന്റെ വാല്യൂ 0.2 ആണ് അല്ലെ? 0.2 ഇൻറ്റു RN2ന്റെ വാല്യൂ നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് 0.2 RN1 അല്ലെ? -300 -750 എന്ന് പറഞ്ഞാൽ ദാറ്റ് വിൽ ബി -1050 അല്ലെ? പ്ലസ് RN1 is equal to 0. ഒന്നുകൂടി റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ദിസ് വിൽ ബി 0.04 RN1 മൈനസ് ഈക്വൽ ടുന്റെ അപ്പുറത്തോട്ട് എഴുതാം. ഓക്കെ. സോ ദിസ് വിൽ ബി 0.04 RN1 പ്ലസ് RN1 is equal to 1050. ഇതിൻ്റെ അകത്തുനിന്ന് RN1 പുറത്തേക്ക് എടുക്കുക. RN1 into 0.04 plus 1 is equal to 1050. From that we will get RN1 is equal to 1009.615 newtons. Okay. So RN1 നമുക്ക് 1009.615 newtons കിട്ടി അല്ലേ? നമുക്ക് ഇതിൻ്റെ അകത്ത് RN1 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് RN2 കിട്ടുമല്ലോ അല്ലെ? ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈ RN1ന്റെ വാല്യൂ ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് RN2ഉം കിട്ടും അല്ലെ? RN2 is equal to 0.2 RN1 ആണ്. So that will be RN2 will be എത്രയാണ്? 0.2 into 1009.615 newtons. That will be 201.923 newtons. Okay. So RN1ന്റെ വാല്യൂവും കിട്ടി, RN2ന്റെ വാല്യൂവും കിട്ടി. നമ്മളുടെ അടുത്ത കണ്ടീഷൻ എന്താ? Sum of all moments is equal to 0. Okay. So ഇതിപ്പോൾ നമുക്ക് ചെയ്ത് പോവാം. നമുക്ക് ഇതിൻ്റെ ഒരു കോപ്പി എടുക്കാം. ഓക്കെ. സോ നമ്മൾ ബീമിൽ ചെയ്ത പോലെയാണ് ഇതിന്റെ മൊമെന്റ് എടുക്കാൻ പോകുന്നത്. സോ നമ്മളുടെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ സിഗ്മ എം ഇസ് ഈക്വൽ ടു 0. ഈ എമ്മിനൊരു പ്രത്യേകത ഉണ്ട് അല്ലേ? എന്താ? മൊമെന്റ് നമുക്ക് ഏതെങ്കിലും ഒരു പോയിന്റ് അബൌട്ട് ആയിട്ടാണ് എടുക്കാനായിട്ട്. സോ ഏതെങ്കിലും ഒരു പോയിന്റ് അബൌട്ട് ആയിട്ട് എടുക്കുക. ഞാനിപ്പോൾ എടുക്കുന്നത് ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു മൊമെന്റ് വാല്യൂ ആണ് എടുക്കണേ. സോ I'm considering sigma mb is equal to 0. ഏതെങ്കിലും ഒരു പോയിന്റിൽ മൊമെന്റ് ഈക്വൽ ടു 0 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ. സോ പോയിന്റ് ബിക്ക് അബൌട്ട് ആയിട്ടാണ് ഞാൻ മൊമെന്റ് എടുക്കാൻ പോകുന്നത്. നമുക്ക് ഓരോ ഫോഴ്സിന്റെ മൊമെന്റ് എടുക്കാം. സോ സ്റ്റാർട്ടിങ് ഫ്രം ലെഫ്റ്റ് ഏതാ ഫോഴ്സ് വരുന്നത്? അതാ ഒരു RN2 വരുന്നുണ്ട് അല്ലെ? സോ മൊമെന്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? മൊമെന്റ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ലിവർ ആം ഡിസ്റ്റൻസ് ആണ്. സോ ഫോഴ്സ് RN2, അതിന്റെ ലിവർ ആം ഡിസ്റ്റൻസ് എത്രയാ? ലിവർ ആം ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ലൈൻ ഓഫ് ആക്ഷനും എന്താണ്?
നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോയിന്റും ആ ഫോഴ്സിന്റെ ലൈൻ ഓഫ് ആക്ഷൻ തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് എന്ത് ലിവർ ആം ഡിസ്റ്റൻസ് അല്ലെ. സോ ദിസ് ഈസ് ദി ലിവർ ആം ഡിസ്റ്റൻസ്. ഏതാ ഈ ബി മുതൽ ബി എന്ന് പറയുന്ന ഈ പോയിന്റ് മുതൽ ഇവിടം വരെയുള്ള ഇത്രയും ഡിസ്റ്റൻസ് ആണ് ഇതിന്റെ ലിവർ ആം ഡിസ്റ്റൻസ് അല്ലെ. ഇത്രയും ഡിസ്റ്റൻസ് ആണ് ലിവർ ആം ഡിസ്റ്റൻസ് വരിക. സോ Rn2 ഇൻറ്റു ഈ ഇത്രയും ഡിസ്റ്റൻസ് എത്രയാ, ദാറ്റ് ഈസ് OA. OA എങ്ങനെ കിട്ടും, നമുക്ക് ഈ ആംഗിള് 30 ഡിഗ്രി എന്ന് പറയുന്നുണ്ട് അല്ലെ. സോ ഈ ആംഗിള് 30 ഡിഗ്രി ആണ്. ഈ ആംഗിൾ എത്രയായിരിക്കും, ദിസ് വിൽ ബി 90 ഡിഗ്രി അല്ലെ. ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ്, ഒരു എന്താ പറയുക, ഒരു വെർട്ടിക്കൽ വാളും ഫ്ലോറും ആണ്. സോ ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി ആണ്. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള സൈൻ റൂളോ കോസൈൻ റൂളോ ഏത് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം അല്ലെ. നമുക്ക് OA കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് AB അറിയാം അല്ലെ. AB ന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 6 മീറ്റർ ആണ്. സോ OA എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും, നമുക്ക് അതെടുക്കാം, cos 30 എടുത്താൽ മതി അല്ലെ. cos 30 is equal to എത്രയാണ്, adjacent side, that is OA divided by AB അല്ലെ. So from that we will get OA is equal to AB cos 30 and that has to be equal, AB യുടെ value is 6 meter. 6 cos 30 and that will be equal to 5.1961 meter. ഓക്കെ, ഇതുപോലെ തന്നെ നമുക്ക് OB യൂണിറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കാം. OB സെയിം കാൽക്കുലേഷൻ തന്നെ വരും. എന്നങ്ങനെ ഇക്വേഷൻ എങ്ങനെയാവും, AB sin 30 that is equal to 6 sin 30 and that's equal to 3 meter. സോ OA OB നമ്മൾ കണ്ടുപിടിച്ചു. ഇത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് കണ്ടുപിടിക്കേണ്ട ആംഗിൾസ് O ആണ് നമുക്ക് കാൽക്കുലേറ്റ് എന്ന് വിചാരിച്ചു. OA ആണ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണെങ്കിൽ ഈ ആംഗിള് ഏത് സൈഡോട്ടാ മേക്ക് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ആ നമ്മൾ കൺസിഡർ സൈഡ് ഏതാ, OA ആണ്. സോ ആ ആംഗിള് എന്താ പറയാ ആ സൈഡിന് ടച്ച് ചെയ്താൽ നിൽക്കുന്നത്. സോ അതിന്റെ ലെങ്ത് എടുക്കണമെങ്കിൽ കോസൈൻ എടുക്കണം, ഓപ്പോസിറ്റ് ആണെങ്കിൽ സൈൻ എടുക്കണം. സോ നമുക്ക് OA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആംഗിളിന്റെ അഡ്ജസന്റ് ആയിട്ടുള്ള സൈഡ് ആണ് അല്ലെ. അപ്പോൾ അത് കിട്ടാനായിട്ട് AB cos 30 എടുക്കണം. OB യുടെ കേസിലാണെങ്കിൽ അത് ആംഗിൾ ടച്ച് ചെയ്ത ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ് ആണ്. അപ്പോൾ ഓപ്പോസിറ്റ് ആണെങ്കിൽ സൈൻ എടുക്കണം. അപ്പോൾ OA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകൂടി പറയാം, OA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംഗിളുമായിട്ട് ടച്ച് ചെയ്യുന്ന സൈഡാണ്. ആംഗിളുമായിട്ട് ടച്ച് ചെയ്യുന്ന സൈഡ് ആണെങ്കിൽ കൊസൈൻ എടുക്കണം. ഹൈപ്പോട്ടന്യൂസിന്റെ കൊസൈൻ എടുക്കുക. ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞാൽ 6 മീറ്റർ ആണ്. 6ന്റെ കൊസൈൻ എടുക്കുക, 6 cos 30 and that will be 5.1961 meters. OB ആണെങ്കിൽ OB ആ സൈഡ് ഏതാ നോക്കുക, ആ ആംഗിളുമായിട്ട് ടച്ച് ചെയ്യുന്ന സൈഡ് ആണോ അതോ ഓപ്പോസിറ്റ് സൈഡ് ആണോ നോക്കുക. OB എന്ന് പറഞ്ഞ സൈഡ് ഏതാ, ഇതല്ലേ സൈഡ്, അത് ആംഗിൾ ടച്ച് ചെയ്യുന്നുണ്ടോ, ഇല്ല, ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ് ആണത്. അപ്പൊ അതിന്റെ മെഷർമെന്റ് കിട്ടണമെങ്കിൽ ആ ആംഗിളിന്റെ ഹൈപ്പോട്ടന്യൂസ് ഇൻറ്റു സൈൻ ഓഫ് ദാറ്റ് ആംഗിൾ. ഓക്കെ, ഹൈപ്പോട്ടന്യൂസ് ഇൻറ്റു സൈൻ ഓഫ് ദാറ്റ് ആംഗിൾ and that's equal to 3 meter. ഓക്കെ, ഈ ഒരു മെത്തേഡ് നമുക്ക് ഓർമ്മയുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ആ ട്രയാംഗിൾ എടുത്ത് സോൾവ് ചെയ്യാൻ നിൽക്കാതെ നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും. ഓക്കെ, അതാണ് ഇതിന്റെ അഡ്വാൻറ്റേജ്. സോ എനിവേ നിങ്ങൾക്ക് ഏതോ കൺവീനിയന്റ് വെച്ചാൽ അത് ഉപയോഗിക്കുക. സോ നമുക്കിവിടെ Rn2 വന്നിട്ടുണ്ട്. ഇതിന്റെ Rn2ന്റെ ലിവർ ആം ഡിസ്റ്റൻസ് കൺസിഡർ ചെയ്യുന്ന പോയിന്റും ആ ലൈൻ ഓഫ് ഫോഴ്സിന്റെ ലൈൻ ഓഫ് ആക്ഷൻ തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ഈ ഓറഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ള ഇതാണ് എന്താ കളർ ഒന്ന് മാറ്റിയിടാം. ഓക്കെ, ഈ ഓറഞ്ച് വെച്ചിട്ടുള്ള ഈ ലൈനാണ് ഫോഴ്സിന്റെ ലൈൻ ഓഫ് ആക്ഷൻ. ഈ ഗ്രീൻ കാണിച്ചിട്ടുള്ളതാണ് ലിവർ ആം ഡിസ്റ്റൻസ്. കൺസിഡർ ചെയ്യുന്ന പോയിന്റും ഇതും തമ്മിലുള്ള ലൈൻ ഓഫ് ആക്ഷൻ തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആൻഡ് ദാറ്റ് ഡിസ്റ്റൻസ് ഈസ് OA. അത് എത്ര നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തു, ദാറ്റ് ഈസ് 5.1961 അല്ലേ. സോ ആ മൊമെന്റ് ഈസ് Rn2 into 5.1961. അത് ബ്രാക്കറ്റിൽ ഇട്ടേക്കാം.
ഇനി അടുത്ത ഫോഴ്സ് എന്താ? നമ്മൾ Rn2 എടുത്തു, ഇനി μRn2 ഉണ്ട് അവിടെ തന്നെ അല്ലെ. സോ ഓക്കെ, നമുക്ക് ഇനി ഇതിൻ്റെ അകത്ത് സൈൻ കൺവെൻഷനോട് നോക്കണം. നമ്മളുടെ സൈൻ കൺവെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോക്ക് വൈസ് മൊമെന്റ് ആണ് നമുക്ക് പോസിറ്റീവ് മൊമെന്റ്. ഓക്കെ, ഇനി ഇത് ക്ലോക്ക് വൈസ് മൊമെന്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. ഇത് ക്ലോക്ക് വൈസ് മൊമെന്റ് ആണോ? ക്ലോക്ക് വൈസ് മൊമെന്റ് ആണെന്ന് പറയുന്നത് എന്താ ചെയ്യേണ്ടത്? ഇതാണ് നമ്മളുടെ ലിവർ ആം ഡിസ്റ്റൻസ്. കൺസിഡർ ചെയ്യുന്ന അതിനോട് അയൺ റോഡ് കൺസിഡർ ചെയ്യുക. ഏത് പോയിന്റ് ആണോ നമുക്ക് മൊമെന്റ് എടുക്കേണ്ടത് അവിടെ ഹിഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫോഴ്സ് ഇങ്ങനെ ആക്ട് ചെയ്യുന്നു. അപ്പൊ ആ അയൺ റോഡ് എങ്ങനെ റൊട്ടേറ്റ് ചെയ്യും? ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും അല്ലെ. ഏതാ ഡയറക്ഷൻ? ദാറ്റ് ഇസ് ഇല്ല, ഇങ്ങനെയല്ല റൊട്ടേറ്റ് ചെയ്യുക, അത് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്. ഹെൻസ് ദാറ്റ് ഇസ് പോസിറ്റീവ്. ഓക്കെ, പിന്നെ അടുത്തത് ഈ എന്താണ് μRn2. ഓക്കെ, സോ നമുക്ക് എടുക്കാം ഫോഴ്സസ് μRn2. സൈൻ നമുക്ക് പിന്നെ ഇടാം, തൽക്കാലം നമുക്ക് ഫോഴ്സ് മാത്രം എഴുതാം. സോ μRn2 ഇൻറ്റു അതിന്റെ ലിവർ ആം ഡിസ്റ്റൻസ്. അതിന്റെ ലിവർ ആം ഡിസ്റ്റൻസ് ഏതാ? അതിന്റെ എന്താ ലൈൻ ഓഫ് μRn2 ആക്ട് ചെയ്യുന്ന ലൈൻ ഓഫ് ആക്ഷൻ ഇതാണ് അല്ല, ഈ സൈഡിൽ കൂടി ആയിരിക്കും അത് ആ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടാവുക. ഇതാണ് μRn2ന്റെ ലൈൻ ഓഫ് ആക്ഷൻ. ഓക്കെ, അല്ല, ആ കോണ്ടാക്ട് സർഫസിലാണ് ഫ്രിക്ഷൻ ഫോഴ്സ് ഉണ്ടാവുക. സോ നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോയിന്റും ലൈൻ ഓഫ് ആക്ഷനും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ഇതാണ് അതിന്റെ ലിവർ ആം ഡിസ്റ്റൻസ് ആയിട്ട് വരിക. എത്ര ലിവർ ആം ഡിസ്റ്റൻസ്? ദാറ്റ് ഇസ് OB. സോ μRn2 ഇൻറ്റു OBയുടെ ഡിസ്റ്റൻസ് ഇസ് 3 മീറ്റർ. ഓക്കെ, ഇനി അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? ഇതാണ് ലിവർ ആം ഡിസ്റ്റൻസ്. അതിനൊരു അയൺ റോഡ് കൺസിഡർ ചെയ്യുക. അതിനിവിടെ ഹിഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതെങ്ങനെ റൊട്ടേറ്റ് ചെയ്യും? ഫോഴ്സ് എങ്ങനെ ആക്ട് ചെയ്യുന്നത്? ഇങ്ങനെയാണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് അല്ലെ. സോ നമ്മൾ ഇതിനൊരു അയൺ റോഡായിട്ട് കൺസിഡർ ചെയ്യുന്നു. അപ്പൊ അതെ, ഇതെങ്ങനെ റൊട്ടേറ്റ് ചെയ്യും? ഇത് ശരിക്കും ഈ അയൺ റോഡ് ഈ ബ്ലാക്ക് ലൈനിൽ തന്നെ കേട്ടോ. കുറച്ചുകൂടി ക്ലിയർ ആവാൻ വേണ്ടിയാണ് ഞാൻ അതിന്റെ ഉള്ളിൽ തന്നെ എടുത്ത് വരയ്ക്കാം. എൻ്റെ സ്നിപ്പിംഗ് കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഓക്കെ, എനിവേ ഇതാണ് നമ്മളുടെ എന്താ ലിവർ ആം ഡിസ്റ്റൻസ് ആയിട്ട് വരിക. അപ്പോൾ ഇതിന്റെ ഈ എൻഡിലാണ് μRn2 ആക്ട് ചെയ്യുന്നത് അല്ല. അപ്പോൾ ഇത് ലിവർ ആം എങ്ങനെ റൊട്ടേറ്റ് ചെയ്യും? ഇതുപോലെ റൊട്ടേറ്റ് ചെയ്യും അല്ലെ. ഇത് ഡയറക്ഷൻ, ദിസ് ഇസ് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. സോ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആയതുകൊണ്ട് അതും പോസിറ്റീവ് ആണ്. സോ ദിസ് ഇസ് പോസിറ്റീവ്. ഓക്കെ, ഇനി അടുത്ത ഫോഴ്സ് ഏതാ? അടുത്ത ഫോഴ്സ് 300 ന്യൂട്ടൺ. ഈ ഫോഴ്സ് വരുന്നുണ്ട് അല്ലെ. സോ ഫോഴ്സ് ഇൻറ്റു അതിന്റെ ലിവർ ആം ഡിസ്റ്റൻസ്. അതിന്റെ ലിവർ ആം ഡിസ്റ്റൻസ് എത്രയായിരിക്കും? അതിന്റെ ലൈൻ ഓഫ് ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, അപ്പോൾ ഈ 300 എന്ന് പറയുന്ന ഈ വെയിറ്റ് എപ്പോഴും ലാഡറിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി കൂടെ ആക്ട് ചെയ്യുള്ളൂ. അങ്ങനെയാണ് നമ്മൾ ഐഡലൈസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ സെന്റർ ലാഡറിന്റെ സെന്റർ ഓഫ് മാസ് എവിടെ ഇരിക്കും? അതിന്റെ സെന്റർ പോയിന്റിലായിരിക്കും അല്ലെ. അപ്പൊ ഇത് 6 മീറ്റർ ലോങ് ഉള്ള ഒരു ലാഡർ ആണെങ്കിൽ ആ വെയിറ്റ് ആക്ട് ചെയ്യുന്നത് അതിന്റെ മിഡിൽ പോയിന്റ്, അതായത് 3 മീറ്ററിൽ കൂടി ആയിരിക്കും അതിന്റെ വെയിറ്റ് ആക്ട് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? നമുക്ക് ഫോഴ്സ് കിട്ടി, ഇനി അതിന്റെ ലിവർ ആം ഡിസ്റ്റൻസ് ആണ് വേണ്ടത്. ലിവർ ആം ഡിസ്റ്റൻസ് പറഞ്ഞാൽ എന്താ? ലൈൻ ഓഫ് ആക്ഷനും കൺസിഡർ ചെയ്യുന്ന പോയിന്റും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഇവിടം മുതൽ ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? ഈ ആംഗിൾ 30 ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിളും എത്രയായിരിക്കും? 30 ഡിഗ്രി ആയിരിക്കും. ഈ ആംഗിളും 30 ഡിഗ്രി ആയിരിക്കും അല്ലെ. നമുക്ക് പറയാൻ പറ്റില്ലേ? ഈ ആംഗിൾ 30 ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിളും 30 ഡിഗ്രി ആയിരിക്കും. അപ്പൊ നമുക്ക് ഈ ഡിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് വേണ്ടത് ഏതാ? ഈ ഡിസ്റ്റൻസ് ആണ് വേണ്ടത് അല്ലെ. ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചിട്ടാണെങ്കിൽ ഈ ഡിസ്റ്റൻസ് കിട്ടണമെങ്കിൽ ഹൈപ്പോട്ടന്യൂസിനെ ആംഗിളിന്റെ സൈൻ വെച്ച് നമുക്ക് ഈ ഡിസ്റ്റൻസ് ആണ്. ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ആംഗിളിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് ആണ് അല്ലെ. ഇതാണ് സൈഡ്. അപ്പൊ മെഷർമെന്റ് കിട്ടണമെങ്കിൽ ഹൈപ്പോട്ടന്യൂസ് ഇൻറ്റു സൈൻ ഓഫ് ദിസ് ആംഗിൾ. ഓക്കെ, ഇല്ലെങ്കിൽ നിങ്ങൾ ട്രയാംഗിൾ എടുത്തിട്ട് നേരത്തെ പോലെ സൈൻ 30 കോസ് 30 ഒക്കെ എടുത്തു നോക്കുക. എനിവേ ഹൈപ്പോട്ടന്യൂസിന്റെ ലെങ്ത് എത്രയാ? ദാറ്റ് ഇസ് 3 മീറ്റർ. ഈ 3 ഇൻറ്റു
സൈൻ 30 ചെയ്താൽ മതി. ഓക്കെ, സംശയമുള്ളവർ ചെയ്ത് നോക്കുക. 300 ലിവർ ആം ഡിസ്റ്റൻസ് ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ലിവർ ആം ഡിസ്റ്റൻസ് വിൽ ബി 3 സൈൻ 30. ഓക്കെ, ഈ ട്രയാങ്കിൾ വേണം കൺസിഡർ ചെയ്യാനായിട്ട്. ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞാൽ 3 മീറ്റർ, ആംഗിൾ 30 ഡിഗ്രി. നമുക്ക് വേണ്ടത് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ എന്താ പറയാ ഈ ഡിസ്റ്റൻസ് ആണ്, ആംഗിളിന്റെ ഓപ്പോസിറ്റ് ആണ് നമുക്ക് എടുക്കേണ്ട ഡിസ്റ്റൻസ് ഉള്ളത്. സോ ഹൈപ്പോട്ടന്യൂസ് ഇൻറ്റു സൈൻ ഓഫ് ദിസ് ആംഗിൾ. ഓക്കെ, ഓപ്പോസിറ്റ് ആണ് കിട്ടണമെങ്കിൽ സൈൻ എടുക്കണം, അഡ്ജസന്റ് കിട്ടണമെങ്കിൽ കൊസൈൻ എടുക്കണം. ഓക്കെ, ഇനി ഇതിന്റെ ആംഗിൾ നമുക്ക് ചെക്ക് ചെയ്യാം. ഏതാ ലിവർ ആം ഡിസ്റ്റൻസ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളത്? ഇതാണ് നമ്മളുടെ ലിവർ ആം ഡിസ്റ്റൻസ് അല്ലെ? ഇതാണ് നമ്മളുടെ ലിവർ ആം ഡിസ്റ്റൻസ്. ഫോഴ്സ് എങ്ങനെ ആക്ട് ചെയ്യുന്നത്? ഫോഴ്സ് ഇങ്ങനെയാണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. സോ നമ്മൾ ലിവർ ആമിന് ഒരു അയോഡായിട്ട് കൺസിഡർ ചെയ്യുക. നമ്മൾ എടുക്കുന്ന മൊമെന്റ് എടുക്കുന്ന പോയിന്റ് അതിനെ ഹിഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ റൊട്ടേറ്റ് ചെയ്യും? ഇതിങ്ങനെയായിരിക്കും റൊട്ടേറ്റ് ചെയ്യുക അല്ലെ? ഇത് ഇങ്ങനെയായിരിക്കും റൊട്ടേറ്റ് ചെയ്യുക അല്ലെ? അവിടെ അയണോടാണെങ്കിൽ അയണോട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. ഇതേതാ ഡയറക്ഷൻ? ദിസ് ഇസ് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. സോ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആയതുകൊണ്ട് നമുക്കത് നെഗറ്റീവ് ആണ്. സോ ദിസ് ഹാസ് ടു ബി നെഗറ്റീവ്. ഓക്കെ, ഇനി വേറെ എന്തൊക്കെ ഫോഴ്സ് ഉണ്ട്? ഒരു 750 ന്യൂട്ടൺ വരുന്നുണ്ട്. സോ 750 ഇൻറ്റു അതിന്റെ ലിവർ ആം ഡിസ്റ്റൻസ്. ഇതാണ് 750യുടെ ലൈൻ ഓഫ് ആക്ഷൻ അല്ലെ? ലിവർ ആം ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ പോയിന്റ് ബി മുതൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഫോഴ്സിന്റെ ലൈൻ ഓഫ് ആക്ഷൻ വരെയുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഇത്രയും ഡിസ്റ്റൻസ് ആണ്. ഇത്രയും ഡിസ്റ്റൻസ് എങ്ങനെ കിട്ടും? ദിസ് ആംഗിൾ ഇസ് 30 ഡിഗ്രി. ഈ ആംഗിളും 30 ഡിഗ്രി ആണ്. നമുക്ക് വേണ്ടത് ഈ സൈഡാണ്, ഈ സൈഡിന്റെ ലെങ്ത് ആണ് നമുക്ക് വേണ്ടത്. ഹൈപ്പോട്ടന്യൂസ് ലെങ്ത് നമുക്കറിയാം, ദാറ്റ് ഈസ് എക്സ് മീറ്റർ, ആംഗിൾ 30 ഡിഗ്രി. അപ്പോൾ ആംഗിളിന്റെ ഓപ്പോസിറ്റുള്ള സൈഡ് കിട്ടണം എന്ത് ചെയ്യണം? ഹൈപ്പോട്ടന്യൂസ് ഇൻറ്റു സൈൻ ഓഫ് ദിസ് ആംഗിൾ അല്ലെ? സോ 750 ഇൻറ്റു ഹൈപ്പോട്ടന്യൂസ് എത്രയാ? എക്സ് മീറ്റർ അല്ലെ? ഹൈപ്പോട്ടന്യൂസ് ഇൻറ്റു സൈൻ 30, എക്സ് സൈൻ 30. ഇനി അതിന്റെ ലൈൻ അത് ക്ലോക്ക് വൈസ് ആണോ ആന്റി ക്ലോക്ക് വൈസ് ആണോ എന്നറിയാൻ പറ്റും. നമുക്ക് ഇവിടെ ഒരു ലിവർ ആം ഡിസ്റ്റൻസ് ഉണ്ട്. ആ ലിവർ ആമിനെ നമുക്കൊരു അയൺ റോഡായിട്ട് കൺസിഡർ ചെയ്യും. ഇതാണ് നമ്മളുടെ ലിവർ ആം ഡിസ്റ്റൻസ്. ആ ലിവർ ആമിനെ നമ്മളൊരു അയൺ റോഡായിട്ട് കൺസിഡർ ചെയ്യുന്നു. നമ്മളുടെ ഫോഴ്സ് എങ്ങനെ ആക്ട് ചെയ്യുന്നത്? ഫോഴ്സ് ഇതാ ഇങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത് അല്ലെ? അപ്പോൾ ഈ അയൺ റോഡ് എങ്ങനെ റൊട്ടേറ്റ് ചെയ്യും? ഈ അയൺ റോഡ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും അല്ലെ? ദിസ് ഇസ് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. സോ ആന്റി ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് ദിസ് ഓൾസോ നെഗറ്റീവ്. ഓക്കെ, ഇത് മൾട്ടിപ്ലിക്കേഷൻ സിമ്പിൾ ആണ്. ഇതാണ് എക്സ്. ഓക്കെ, ഇനി വേറെ ഏതെങ്കിലും ഫോഴ്സ് ഉണ്ടോ? വേറെ ഫോഴ്സ് ഒക്കെ ഉണ്ട് അല്ലേ? വേറെ ഏതൊക്കെ ഫോഴ്സ് ഉണ്ട്? ഒരു Rn1 ഉണ്ട്, ഒരു μRn1 ഉണ്ട്. പക്ഷെ അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ Rn1ന്റെ ലൈൻ ഓഫ് ആക്ഷൻ തന്നെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോയിന്റ് ഉള്ളത്. μRn1ന്റെ ലൈൻ ഓഫ് ആക്ഷൻ തന്നെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോയിന്റ് ഉള്ളത്. സോ അത് ആ രണ്ട് ഫോഴ്സ് കാരണം അവിടെ മൊമെന്റ് ഉണ്ടാവില്ല, കാരണം ലിവർ ആം ഡിസ്റ്റൻസ് 0 ആണ്. സോ ഇത്രയാണ് നമുക്ക് ഫോഴ്സ് ഉള്ളത്. ഹെൻസ് വി ക്യാൻ സേ ദിസ് ഈസ് ഈക്വൽ ടു 0. ഓക്കെ,
ഇനി നമുക്ക് ഇതിനെ എല്ലാത്തിനെയും റിസോൾവ് ചെയ്യാം. എല്ലാത്തിന്റെയും വാല്യൂ നമ്മുടെ എക്സ് ഒഴിച്ച് ബാക്കി എല്ലാത്തിന്റെയും വാല്യൂ നമ്മുടെ കയ്യിലുണ്ട് അല്ലെ. Rn2ന്റെ വാല്യൂ എത്രയാണ്? Rn2 is 201.923 into 5.1961 plus mu Rn2. Muന്റെ വാല്യൂ is 0.2 അല്ലെ. 0.2 into Rn2ന്റെ വാല്യൂ into 3 minus 300 into 3 sin 30 minus 750 into x sin 30 is equal to 0. അപ്പോൾ നോക്കിയേ, ഒരു ഇക്വേഷൻ ഒരേ അൺനോൺ. നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് സിമ്പിൾ ആയിട്ട് എക്സിന്റെ വാല്യൂ സോൾവ് ചെയ്തെടുക്കാമല്ലോ. അതിനായിട്ടും 750 x sin 30 is equal to 720.376 നമുക്ക് സോൾവ് ചെയ്യാം. From that, x is equal to 1.921 meters. Okay, so നമ്മൾ എക്സിന്റെ വാല്യൂ സോൾവ് ചെയ്തെടുത്തു, വിച്ച് മീൻസ് എക്സിന്റെ വാല്യൂ 1.921 മീറ്റർ വരെ അയാള് കയറി വരുമ്പോൾ അത്രയും ഡിസ്റ്റൻസ് വരെ ലാഡർ മൂവ് ചെയ്യില്ല. അത്രയും ഡിസ്റ്റൻസ് വരെ ലാഡർ സ്റ്റേഷനായിരിക്കും. അതിനേക്കാളും ഈ ഡിസ്റ്റൻസിനേക്കാളും കൂടുതലാണ് അയാൾ കയറിയെങ്കിൽ ലാഡർ സ്ലിപ്പ് ചെയ്യും, ആ ഏണി താഴ്ത്തേക്ക് വീഴും. ഓക്കെ, സോ ദിസ് ഇസ് എ പ്രോബ്ലം. താങ്ക് യു.